അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കൽ ഇറാഖിലെ ഗവർണർ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അപേക്ഷ നടത്തുകയുണ്ടായി. അതിങ്ങനെയാണ്: അമീറുൽ മുഅ്മിനീൻ, അങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് പലപ്പോഴായിട്ട് പല കത്തുകളും ലഭിക്കാറുണ്ട്. അതിൽ ഷഅബാൻ എന്നോ റമദാൻ എന്നോ അല്ലെങ്കിൽ മറ്റു പല മാസങ്ങളുടെയും പേരാണ് അതിലൊക്കെ കാണുന്നത്. പലപ്പോഴും ഞങ്ങൾ കത്തെടുത്ത് നോക്കുമ്പോൾ ഇത് ഏത് വർഷത്തെ ഷഅബാനും റമദാനും അല്ലെങ്കിൽ ഷവ്വാലുമാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല. ഈ കാര്യം ഒന്ന് വ്യക്തമാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനോട് ഇറാഖിലെ ഗവർണർ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. അമീറുൽ മുഅ്മിനീൻ പൗരപ്രമുഖരുമായിട്ട് നീണ്ട ചർച്ചകൾ നടത്തി. ആ ചർച്ച ഇതായിരുന്നു: വർഷാരംഭം എവിടെ മുതൽക്ക് തുടങ്ങണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ചില ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തൊട്ടാവട്ടെ വർഷാരംഭം തുടങ്ങേണ്ടത്. മറ്റു ചില ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മുതൽക്കാവട്ടെ വർഷം തുടങ്ങേണ്ടത്. വേറെ ചില ആളുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ദിവ്യ സന്ദേശം അഥവാ വഹി മുതൽക്കാവട്ടെ നമ്മുടെ പുതുവർഷം തുടങ്ങേണ്ടത്. എല്ലാം കേട്ട ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഏറ്റവും ഉചിതമായി തോന്നുന്നത് ഹിജ്റ മുതൽക്കാവട്ടെ സുപ്രസിദ്ധമായ സത്യവിവേചനത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം വഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരുടെയും പലായനമുണ്ടല്ലോ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം. ആ പലായനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഹിജ്റ മുതൽക്കാവട്ടെ പുതുവർഷം തുടങ്ങേണ്ടത് എന്ന് ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റവരോട് പറയുകയും അത് അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ആഷൂറ അഥവാ മുഹറം 10 ലോകപ്രസിദ്ധമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സ്വച്ഛാധിപതി, ഏറ്റവും വലിയ ധിക്കാരിയും അഹങ്കാരിയുമായ ഫറോവ മുങ്ങിച്ചത്ത ദിവസമാണല്ലോ ഈ ആഷൂറ. മാത്രവുമല്ല, ഫറോവയുടെയും അവൻ്റെ കിങ്കരന്മാരിൽ നിന്നും ഒക്കെ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയ ദിവസവും കൂടിയാണ് ആഷൂറ ദിവസം. ആ ആഷൂറ ദിവസത്തിന് അള്ളാഹുവിന് വലിയ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് നാം 10ൻ്റെ അന്ന് നോമ്പനുഷ്ഠിക്കാൻ പരിശുദ്ധ ഇസ്ലാം സുന്നത്താക്കിയിട്ടുള്ളത്. കൂടുതൽ അള്ളാഹുവിന് നന്ദി സൂചകമായിട്ട്, കൂടുതൽ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10ന് മാത്രമല്ല 9ൻ്റെ അന്നും നമ്മോടൊക്കെ നോമ്പെടുക്കാൻ ആഹ്വാനം ചെയ്യും, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. അതാണ് ഇന്ന് ലോകം ഏറ്റെടുത്തുകൊണ്ട് 9ഉം 10ഉം പ്രബലമായ സുന്നത്തായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മുഹറം മാസം അത് ഒരുപാട് ആഘോഷിക്കാനോ അല്ലെങ്കിൽ ദുഃഖിക്കാനോ ഉള്ളതല്ല എന്നുള്ളതാണ് ഇസ്ലാമിക പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ സൽക്കർമ്മങ്ങളിലൂടെ, നോമ്പിലൂടെ, മറ്റു ആരാധന കർമ്മങ്ങളിലൂടെ കൂടുതൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനുള്ളതെന്നാണ് ഇക്കാലമത്രയും എല്ലാ സ്വഹാബികളും മഹാന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിർബന്ധമായ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മുഹറം 9ൻ്റെയും 10ൻ്റെയും നോമ്പിനെ പറ്റിയാണ്. കർബല രണാങ്കണത്തിൽ വെച്ച് ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദാവുകയുണ്ടായി. ഇതിൻ്റെ പേരിൽ പല ആളുകളും ആ ദിവസത്തെ ദുഃഖമാചരിച്ചുകൊണ്ടും അതുപോലെ ശരീരമാസകലം മുറിവേൽപ്പിച്ച് അതിനെ പീഡിപ്പിച്ചുകൊണ്ടും നടത്തുന്ന ആചാരങ്ങളും ഒക്കെ അത് അനാചാരമാണ്. ലോകത്തതിന് നിയമാനുസൃതമായി യാതൊരു മാതൃകയുമില്ല. പ്രമുഖരായ ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഷഹീദാവുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെയും ഇസ്ലാമിക ചരിത്രത്തിൽ അതിൻ്റെ പേരിൽ ദുഃഖിക്കാനോ മറ്റുള്ള പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടാനോ എവിടെയും ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാലചക്രം അന്ത്യദിനം വരെ ഇവിടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ പല ചെറുതും വലുതുമായ
സംഭവങ്ങൾ, മരണങ്ങൾ, അത്ഭുതങ്ങൾ പലതും ഇവിടെ നടക്കും. പക്ഷേ ആ സമയത്തൊക്കെ അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിനോട് കൂടുതൽ മാപ്പപേക്ഷിച്ചുകൊണ്ടുമൊക്കെയുള്ള ധന്യമായ ജീവിതത്തിലേക്കാണ് സത്യവിശ്വാസികൾ മുന്നിട്ടിറങ്ങേണ്ടത്. നമ്മുടെ വാക്കും പ്രവൃത്തിയും വിശ്വാസവുമെല്ലാം പുനഃപരിശോധിച്ച് ആവശ്യമായ ഭേദഗതികൾ വരുത്തി ഏറ്റവും നല്ല ശ്രേഷ്ഠവാനായ ഒരു സത്യവിശ്വാസിയായി മാറാനുള്ള വലിയ പ്രതിജ്ഞയും പ്രവർത്തനവുമാണ് തുടർന്ന് നമുക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഹിജറ കൂടി ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും.